വേണ്ട, ശരീരം അനക്കണ്ട, കിടന്നോളൂ. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും. ഇവളുടെ അച്ഛൻ ബാലന്റെ അമ്മാവനാ. അമ്മാവൻ? മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ്. ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്പനി തുടങ്ങാൻ പോവാ. പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ. എന്താ പേര്? ഉഷ. ആണായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ. മഹാകുസൃതിയാ. നല്ല വളർച്ചയുണ്ടല്ലോ. എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ? ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോ. ഇവിടത്തെ സകല കാര്യങ്ങളും മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം. മോളെ എണീക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾ താഴെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാ മതി. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യും, പാരകേന്ദ്രനോട് ഒരു 10,000 രൂപ കടം വാങ്ങി എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം. പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ? ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അതറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവരോട് ഇത്തിരിയേറെ പറയുന്നു? പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ. നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അതൊക്കെ പോയി 2 കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ, എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിടിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കുലുപ്പുളിയാ, 2 അംഗത്തിനെ തട്ടിയവനാ. 3ാമത്തേന് നോക്കി നടക്കുക. കേട്ടോ പാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേര് എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ പാലേട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ് നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞു. കേട്ടോ പാലേട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്. രാജാവേ, 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്ന വരി കിട്ടും. വാ 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 വാ. രാജാവേ, 1 വെച്ചാ 2 കിട്ടും, 2 വെച്ചാ 4 കിട്ടും, പണം വെച്ചാ പണം കിട്ടും, നോക്കി നിന്ന വടി കിട്ടും. വാ 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 വാ, നോക്കി നിൽക്കണ. വാ വെയ് വെയ് വെയ്. രാജാവേ ബൈ. മോളെ മേരിക്കുട്ടി, ഇവിടെ ഇരിക്കാം.
അമ്മയും മോളും തനിച്ചുള്ള ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനെ ആ മതാമര വന്നിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. പപ്പായി ഇവിടെ. ഞാൻ എല്ലാ കൊല്ലം ഇവിടെ കിളിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവും ഇവണൊന്നും പേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ എന്തിനാണോ? നമ്മുടെ ഒരു നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ മേടിച്ചോണ്ട് വരാം. നിന്റെ കൈയുടെ അളവൊന്നും നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. നിന്റെ കയ്യപ്പോ ഞാൻ ഉരുകിപ്പോ. പിന്നെ റപ്പായി പിടിച്ചാ പിടിച്ചു തന്നെ. കയ്യിലോട്ടോ? നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. കുഞ്ഞെ ഇയാള് ഞങ്ങളുടെ കാര്യമല്ല. വീട്ടിൽ നീ എന്ത് ചെയ്യും? മോന് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. കുഞ്ഞ് വന്നില്ലായിരുന്നെങ്കിൽ അവനെന്റെ മോടെ മാനം കെടുത്തിയേനെ. നിങ്ങളോട് ആണുങ്ങൾ ആരുമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്കേ. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. വാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണിയരാം. കടലിൽ വെള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ. കുഞ്ഞിന് പരിചയമുണ്ടാ? അമ്മ ചെന്ന് ചുമ്മാരി. 10 ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. എനിക്കത് അത് പറ്റില്ല. അമ്മായി എന്ത് പറഞ്ഞു? ഓ, പിന്നെ